അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ അഖീദയുടെ രണ്ടാമത്തെ പാഠം മുതലാണ് ഇനി നമ്മൾ റിവിഷൻ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ 20 സിഫത്തും ഉണ്ടാവാൻ പാടില്ലാത്ത 20 സിഫത്തും ജായിസായ ഒരു സിഫത്തും ഇങ്ങനെ 41 സിഫത്ത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ ഈ സിഫത്ത് പറഞ്ഞാൽ എന്താണ്? ഒരു വിശേഷണം അല്ലേ? അള്ളാഹുവിനുണ്ടാവേണ്ട ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു വിശേഷണം. അപ്പോൾ അതിൽ ബാക്കിയുള്ള 5 അവിടെ പഠിച്ചത് അല്ലേ? ഇനി ഇതിൽ 8 പഠിക്കും. ഈ പാഠത്തിൽ 8, അടുത്ത പാഠത്തിൽ അതിൻ്റെ ബാക്കി. അങ്ങനെ അള്ളാഹുവിൻ്റെ 20 സിഫത്തുകളും വാജിബായ സിഫത്തും പിന്നെ 20 മുസ്തഹീലായ സിഫത്തും ഒരു ജായിസായ സിഫത്തുമാണ് ആദ്യത്തെ 4 പാഠത്തിൽ പഠിക്കാനുള്ളത്. അത്രേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അള്ളാഹു അഹദ്. അള്ളാഹു അഹദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഒരുവനാണ് അല്ലേ? കുൽഹു അള്ളാഹു അഹദ് എന്ന് കേട്ടില്ല നമ്മൾ? കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ്. അള്ളാഹുവിന് അനിവാര്യമായ 5 വിശേഷണങ്ങൾ മുൻ പാഠത്തിൽ നാം പഠിച്ചുവല്ലോ അല്ലേ? 5 വിശേഷണങ്ങളാണ് പഠിച്ചത്. അവന് ഉണ്ടാവൽ നിർബന്ധമായ 8 സിഫത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ പാഠത്തിൽ 8 കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ 8 5 13 അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5 പഠിച്ചത്. അപ്പോൾ ഇവിടെ 6ാമത്തത് വഹ്ദാനിയത്ത്. വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകത്വം. ഏകത്വം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഒരുവനാണ്. ഇത് കുദറത്ത്. കുദറത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്. അപ്പോൾ അള്ളാഹു കഴിവുള്ളവനാണല്ലേ? എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു. 3 ഇറാദത്ത്. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശിക്കൽ. അള്ളാഹു ആണ് എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ച അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ 9ാമത്തെ ഇൽമ്, അറിവ്. അടുത്തത് ഹയാത്ത്, ജീവിച്ചിരിക്കൽ. 11 സംഅ്, കേൾവി. 12 ബസർ, കാഴ്ച. 13 കലാമ്, സംസാരം. അപ്പോൾ 8 ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയാൽ അതോടൊപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മുസ്തഹീലായ സിഫത്ത്. എന്താ മുസ്തഹീൽ പറഞ്ഞാൽ? അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത്. അപ്പോൾ ഇത് നമുക്ക് 8 ഇവിടെ പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ 5 പഠിച്ചവർക്ക് ഈ 8 കൂടി പഠിക്കണം. അപ്പോൾ 8 5 13 ആവും. എങ്ങനെ 8 പഠിക്കുക? ഇങ്ങനെ സംഅ് ബസർ, ഇത് രണ്ടും ഒരു ജോഡിയാക്കി പഠിച്ചാൽ മതി. സംഅ് ബസർ, കാഴ്ച കേൾവി അല്ലേ? സംഅ് പറഞ്ഞ കേൾവി, ബസർ പറഞ്ഞ കാഴ്ച. അപ്പോൾ കേൾവി കാഴ്ച, അല്ലെങ്കിൽ ബസർ സംഅ്, അങ്ങനെയും പറയാം. അപ്പോൾ അത് പഠിച്ചു, 2 പിന്നെ അറിവുണ്ടാവുക അല്ലേ? ഇൽമ് കലാമ്. ഇൽമ് കലാമ്. ഇൽമ് പറഞ്ഞാൽ അറിവ്, കലാമ് പറഞ്ഞാൽ സംസാരം. പിന്നെ കുദറത്ത്, ഇറാദത്ത്. ഇറാദത്ത് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, കുദറത്ത് കഴിവ്, വഹദാനിയത്ത് ഏകത്വം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ത്? മുസ്തഹീലായ സിഫത്ത്. ഇറാദത്ത് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, ഹയാത്ത് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക. അപ്പോൾ ഹയാത്ത് ഇല്ലാത്തതാണെന്ത്? മുസ്തഹീലായ സിഫത്ത്. ബസർ കാഴ്ച. കാഴ്ച ഇല്ലാതിരിക്കലാണ് മുസ്തഹീൽ. സംസാരം ഇക്കാതിരിക്കൽ, കേൾവി ഇല്ലാതിരിക്കൽ. അറിവിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അജ്ഞത അല്ലെങ്കിൽ വിവരമില്ലായ്മ. അതെന്താണ്? മുസ്തഹീലായ സിഫത്ത്. കഴിവില്ലാത്തത് മുസ്തഹീലായ സിഫത്ത്. ഇങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മുസ്തഹീലായ സിഫത്ത് വരിക. ഈ വിശേഷണങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ 8 ഇത് അള്ളാഹു അല്ലാത്തവരിലും നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മൾ ഉദ്ദേശിക്കാറില്ലേ? നമ്മൾ ജീവിച്ചിരിക്കുന്നില്ലേ? നമുക്ക് കാഴ്ച ഉണ്ടല്ലോ, നമുക്ക് കഴിവുണ്ട്, നമുക്ക് അറിവുണ്ട്, നമുക്ക് കേൾവിയുണ്ട്, നമുക്ക് സംസാരമുണ്ട്. ഇതൊക്കെ നമുക്കുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അള്ളാഹ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളും പഠിച്ചാനായോ? ഇല്ല. അപ്പോൾ എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം നിർബന്ധമായി നല്ലോണം പഠിക്കണം. പരീക്ഷയ്ക്ക് നിർബന്ധമായി ചോദിക്കുന്ന ചോദ്യമാണിത്. ഈ വിശേഷണങ്ങളെല്ലാം നമുക്കുണ്ട്. കണ്ടോ? നമുക്കുണ്ട്. എന്നാൽ നമ്മുടേത് അപൂർണവും. എന്താ അപൂർണം എന്ന് പറഞ്ഞാൽ? പൂർണ്ണമല്ല. നമ്മളത് പൂർണ്ണമല്ല. നമുക്ക് കേൾവിക്ക് പരിധിയുണ്ട്, കുറച്ചേ കേൾക്കാൻ കഴിയുള്ളൂ. പിന്നെ അള്ളാഹു നൽകിയതുമാണ്, നമുക്ക് സ്വയം ഉള്ളതല്ല. അള്ളാഹുവിന് ആരെയും കൊടുത്തതാണോ? അല്ല, അള്ളാഹുവിന് സ്വന്തമേ ഉള്ളതാണ്, സ്വയമായി ഉള്ളതാണ്. നമ്മളതൊക്കെ നമുക്ക് പഠിച്ചോൻ തന്നതല്ലേ? പഠിച്ചോൻ എപ്പോഴാണ് തിരിച്ചെടുക്കുക? അപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ അള്ളാഹുവിൻ്റെ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഒക്കെ സ്വന്തമാണ്.
അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അപ്പൊ ഇത് പഠിക്കണം. നമ്മുടേത് എങ്ങനെ, അള്ളാഹുവിൻ്റെത് എങ്ങനെ? നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അള്ളാഹുവിൻ്റെത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അപ്പൊ ഈ രണ്ട് വരി നിർബന്ധമായും കാണാതെ പഠിക്കുക, പരീക്ഷയ്ക്ക് വരും. ഇനി നോക്കുക, അള്ളാഹുവിൻ്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം നമ്മൾ പഠിച്ചു. 20 എണ്ണം പഠിക്കുകയാണ്. അതിൽ 18 എണ്ണം പഠിച്ചു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാ. ഈ പാഠത്തിൽ പഠിച്ച എഴുതാ, അല്ലാത്തത് എഴുതാ. ഇവിടെ പറഞ്ഞ ഏതെങ്കിലും 3 എണ്ണം. അടുത്ത, നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? കണ്ടോ, ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട. ഞാൻ പറഞ്ഞു, എന്താണ് അതിൻ്റെ ഉത്തരം? നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അത് കാണാതെ പഠിക്കാം. അടുത്ത അർത്ഥം എഴുതാം. സംഅ്, എന്താ സംഇന്റെ അർത്ഥം? കേൾവി. ബസർ, കാഴ്ച. ഖുദ്റത്ത്, കഴിവ്. കലാമ്, സംസാരം. ഇനി നോക്കുക, ഇവിടെ നിങ്ങൾക്ക് അറബി തന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എഴുതാനല്ല ഇവിടെ പറഞ്ഞത്, മറിച്ച് എന്താണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയ അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എഴുതാനാണ്. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പോൾ അറിവിന്റെ ഓപ്പോസിറ്റ് എന്താ? അറിവില്ലായ്മ. അതെവിടെ? കഴിവില്ലായ്മ, ഉദ്ദേശമില്ലാതിരിക്കൽ, ഒന്നിലധികം ആവൽ, അറിവില്ലായ്മ. കണ്ടോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ഖുദ്റത്ത്. ഖുദ്റത്ത് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചു, കഴിവ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കഴിവില്ലായ്മ, ഒന്നാമത്തെ. അടുത്ത് ബസർ. ബസർ പറഞ്ഞാൽ കാഴ്ച. അപ്പോ കാഴ്ചയില്ലായ്മ, അതാണ് ഓപ്പോസിറ്റ്. അടുത്ത് ഇറാദത്ത്, ഉദ്ദേശിക്കൽ, ഉദ്ദേശമില്ലാതിരിക്കൽ. അടുത്തത് സം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, കേൾവിയാണ് അല്ലെ? അപ്പൊ കാഴ്ചയില്ലായ്മ. അടുത്ത കലാമ്. കലാം പറഞ്ഞാൽ സംസാരം ഇല്ലായ്മ. അടുത്ത ഹയാത്ത്. ഹയാത്ത് പറഞ്ഞാൽ എന്താ? ജീവിച്ചിരിക്കൽ. അപ്പോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? മരണം. അടുത്ത വഹദാനിയത്ത് പറഞ്ഞാൽ എന്താ? ഏകത്വം. അപ്പോൾ ഒന്നിലധികം ആവൽ, അതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ ആയത്തിൽ ഏത് സിഫത്താണ്, അള്ളാഹുവിൻ്റെ ഏത് സിഫത്താണ് നമ്മൾ പഠിക്കുന്നത്? അഹദ് എന്നുള്ള സിഫത്താണ് അല്ലേ? വഹദാനിയത്ത്, ഏകത്വം എന്നുള്ള സിഫത്താണ്. അള്ളാഹു അഹദ് എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര് അല്ലേ? അടുത്ത അള്ളാഹു സ്വമദ്. എന്താ അള്ളാഹു സ്വമദ് പറഞ്ഞാൽ? അള്ളാഹു സ്വമദ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച ഒരു സിഫത്താണത്. അതെന്താ? അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനാണ്. അള്ളാഹു എന്താണ്? സ്വയം നിലനിൽക്കുന്നവനാണ്, മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. അടുത്ത വലം യകുല്ലഹു കുഫുവൻ അഹദ്. അതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അഥവാ സൃഷ്ടികളോട് പൂർണ്ണമായും എതിരായവനാണ്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാം. ഈ പാഠത്തിന്റെ ബാക്കി തന്നെയാണ് അടുത്ത പാഠം കേട്ടോ. അള്ളാഹുവിന്റെ സിഫത്തുകൾ തന്നെ പറയുന്നത്. അടുത്തത് എന്താണ്? ഈ പാഠത്തിന്റെ പേര് അള്ളാഹു ഖാദിറുൻ. അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹു ഖാദിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു കഴിവുള്ളവനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് പാഠത്തിലായി 13 സിഫത്ത് പഠിച്ചു. ബാക്കി 7 സിഫത്തും കൂടി ഈ പാഠത്തിൽ പഠിച്ച് എന്താകും? 20 സിഫത്ത് പൂർത്തിയാകും. ഇതാ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഓക്കെ, അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനാണ്. എല്ലാം കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, അറിയുന്നവനാണ്. 3 എണ്ണം. അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനും ആണ്. അവന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളാണ് ഇവയെല്ലാം. നോക്കാം, 14. അപ്പൊ 13 ഇവിടെ കഴിഞ്ഞ 2 പാഠത്തിൽ പഠിച്ചു. ഖാദിർ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവുള്ളവൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖുദ്റത്ത് പഠിച്ചു, കഴിവ് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ നമ്മൾ പഠിക്കുന്നത്? അള്ളാഹു കഴിവുള്ളവനാണ്. അടുത്ത മുരീദ്, ഉദ്ദേശിക്കുന്നവൻ. ആലിമ്, അറിയുന്നവൻ. ഹയ്യ്, ജീവിച്ചിരിക്കുന്നവൻ. സമീഅ്, കേൾക്കുന്നവൻ. ബസീർ, കാണുന്നവൻ. മുത്തകല്ലിം, സംസാരിക്കുന്നവൻ. ഇനി നോക്കാം, ഇവക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതിനെതിരായ കാര്യങ്ങൾ ഒരിക്കലും എന്താവൂല? അള്ളാഹുവിൽ ഉണ്ടാകൂല. അതിന് മുസ്തഹീൽ എന്ന് പറയുന്നു. അപ്പൊ ഈ പാഠത്തിൽ പഠിക്കണം, മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്താണ്? വാജിബായ സിഫത്തുകൾക്ക് എതിരായ സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയും. ഇവക്കെതിരായ എന്നുള്ള എന്താക്കുക? വാജിബായ സിഫത്തുകൾക്ക് എന്നാക്കുക. വാജിബായ സിഫത്തുകൾക്ക് എതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹീൽ എന്ന് പറയുന്നു. അടുത്ത്
ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്താണ്. അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് പറഞ്ഞാൽ ഉണ്ടാവാൻ പറ്റുന്ന ഒരു കാര്യം അള്ളാഹുവിന് ചെയ്യും ചെയ്യാം, ചെയ്യാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹുവിന് ചെയ്യും ചെയ്യാം, ചെയ്യാതിരിക്കും ചെയ്യാം. അങ്ങനത്തെ കാര്യത്തിനാണ് എന്ത് പറയുക? ജായിസായ സിഫത്ത് എന്ന് പറയുക. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് സിഫത്ത് പഠിച്ചു. ഉണ്ടാവൽ നിർബന്ധമായ സിഫത്ത്, ഉണ്ടാവാൻ തീരെ പാടില്ലാത്ത സിഫത്ത്, ഉണ്ടാവും ചെയ്യുക ഉണ്ടാവാതിരിക്കും ചെയ്യുക, അങ്ങനത്തെ സിഫത്ത്. ഇങ്ങനെ 3 ടൈപ്പ് സിഫത്ത് പഠിച്ചു. ഒന്നാമത്തെ ടൈപ്പിന്റെ പേര് വാജിബ്, 2 മുസ്തഹീൽ, 3 ജായിസ്. ഇനി നമുക്കൊരു പാട്ടാണ്. പാട്ട് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വന്നേക്കാം. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹി ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തന്തളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഹയാതുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. നമ്മളിപ്പോൾ പഠിച്ച സിഫത്തുകൾ പാട്ടായിട്ട് പാടിയതാണ്. ഇനി അള്ളാഹുവിന് വാജിബായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാ. മുസ്തഹിലായ സിഫത്ത് 3 എണ്ണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സിഫത്തുകൾക്ക് ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. അറിവ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അറിവില്ലായ്മ, കഴിവില്ലാത്തവൻ, പിന്നെ വിവരമില്ലാത്തവൻ, ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്ത മുസ്തഹിലായ സിഫത്തായി. നമ്മൾ മുസ്തഹിലായ സിഫത്തിൻ്റെ പാഠം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു പാഠം 2 സിഫത്തുകളും പറയുന്ന ഒരു പാഠം വരാൻ പോകുന്നുണ്ട്, 4ാമത്തെ പാഠം. അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. എന്താ? ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതിന് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് എന്ന് പറയുന്നു. അടുത്ത് വിപരീത പദം എഴുതാം. കഴിവില്ലാത്തവൻ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? കഴിവുള്ളവൻ. കഴിവുള്ളവൻ എന്നുള്ളതിന് എന്താണ് പഠിക്കുക? ഖാദിർ. അപ്പോൾ ഖാദിറിൻ്റെ ഓപ്പോസിറ്റ് കഴിവില്ലാത്തവൻ. അടുത്ത് ബസീർ. ബസീറെ കാണുന്നവൻ. അപ്പോൾ കാഴ്ചയില്ലാത്തവൻ. എവിടെ? ഇതാ കാഴ്ചയില്ലാത്തവൻ. മുരീദ് ഉദ്ദേശിക്കുന്നവൻ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഉദ്ദേശിക്കാത്തവൻ. അടുത്ത് ഖാദിർ കഴിവില്ലാത്തവൻ. അടുത്ത് സമീ പറഞ്ഞാൽ കേൾക്കുന്നവൻ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കേൾവിയില്ലാത്തവൻ. അടുത്ത ആലിം അറിവുള്ളവൻ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് അറിവില്ലാത്തവൻ. മുതകല്ലിം സംസാരിക്കാത്തവൻ. ഹയ്യ് ജീവിച്ചിരിക്കാത്തവൻ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇപ്പുറം നോക്കാം. സമഅ് എന്ന സിഫത്തുള്ള അള്ളാഹു സമീ ആകുന്നു. ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീർ ആകുന്നു. അപ്പോൾ ബസറിന് എന്താ പറയുക? ബസീർ. എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിർ ആകുന്നു. അപ്പോൾ ഏതായിരിക്കും സിഫത്ത്? ഖുദ്റത്ത്. അടുത്ത ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു എന്താകുന്നു? ഹയ്യ ആകുന്നു. പിന്നെ ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. എന്താണ്? ഇറാദത്ത്. അടുത്ത സിഫത്തുകൾക്ക് കളർ നൽകാം. വാജിബ് പച്ച കളർ കൊടുക്കണം, മുസ്തഹീൽ ചുവപ്പ് കളർ കൊടുക്കണം. തുടക്കം ഇല്ലാതിരിക്കൽ, അത് വാജിബാണോ മുസ്തഹീലാണോ? വാജിബ്, അപ്പോൾ പച്ച. അന്ത്യം ഉണ്ടാകൽ, അത് മുസ്തഹീൽ. സംസാരിക്കുന്നവൻ വാജിബ്. സ്വയം നിലനിൽക്കൽ വാജിബ്. കഴിവില്ലാത്തവൻ മുസ്തഹീൽ. ഏകത്വം വാജിബ്. കാഴ്ചയുള്ളവൻ വാജിബ്. അജ്ഞത പറഞ്ഞ വിവരമില്ലാത്തവൻ, ഇൽമില്ലാത്തവൻ, അപ്പോൾ അത് ചുവപ്പ്. കേൾവിയില്ലാത്തവൻ ചുവപ്പ്. സംസാരം കലാം അല്ലേ? വാജിബ്. ഉദ്ദേശിക്കാത്തവൻ മുസ്തഹീൽ. പിന്നെ ബധിരൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് കാണാത്ത ആള്, അപ്പോൾ അത് മുസ്തഹീൽ. അറിവുള്ളവൻ വാജിബ്, കഴിവുള്ളവൻ വാജിബ്. ഇനി 4ാമത്തെ പാഠത്തോടു കൂടി നമുക്ക് പരീക്ഷയ്ക്കുള്ള ഭാഗം കഴിയും. അപ്പോൾ അള്ളാഹുവിന് 20 സിഫത്ത് വാജിബും 20 സിഫത്ത് മുസ്തഹീലും 1 സിഫത്ത് ജായിസും, അത് മൊത്തത്തിൽ ഒരു പാഠത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മൊത്തം ആകെ പഠിക്കാനുള്ളത് ഈ 41 സിഫത്ത് മാത്രമേ പഠിക്കാനുള്ളൂ. നോക്കാം. അള്ളാഹു മുനസ്സഹുൻ.
അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ നാം പഠിച്ചു. അവക്ക് വിപരീതമായ സിഫത്തുകൾക്ക് മുസ്തഹീൽ എന്ന് പറയപ്പെടും. അപ്പം അങ്ങനെ പഠിച്ചാൽ മതി. വാജിബായ സിഫത്തുകൾക്ക് എതിരായ സിഫത്തുകൾക്ക് എന്ത് പറയും? മുസ്തഹീൽ എന്ന് പറയും. അവ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാകുന്നു. അവ നമുക്ക് പഠിക്കാം. അപ്പം ഇനി ഈ പെട്ടി ഉണ്ടല്ലോ, ഈ പെട്ടിയിൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തും പറയുന്നുണ്ട്, മുസ്തഹീലും പറയുന്നുണ്ട്, അർത്ഥവും പറയുന്നുണ്ട്. വുജൂദ് ഓപ്പോസിറ്റ് അദം. അദമിൻ്റെ അർത്ഥം ഇല്ലാതിരിക്കൽ. അപ്പോൾ വുജൂദിൻ്റെ അർത്ഥം അത് നമ്മൾ ഒന്നാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഉണ്ടാവൽ. ഖിദം, ഹുദൂസ്, പുതുതാവൽ. അപ്പോൾ ഈ ഭാഗം ഇതാണ് ഇപ്പോൾ ഈ പാഠത്ത്. ബാക്കിയൊക്കെ നമ്മൾ പഴയ പാഠത്ത് പഠിച്ചതാണ്. ഇതാണ് ഇപ്പോൾ കാര്യമായിട്ട് ഈ പാഠത്ത് പഠിക്കുന്നത്. അദം ഇല്ലാതിരിക്കൽ, ഹുദൂസ് പുതുതാവൽ, ഫനാ നശിക്കൽ, മുമാസലത്തുല്ലിൽ ഹവാദിസി സൃഷ്ടികളോട് തുല്യമാവൽ, ഇഹ്തിയാജ് അന്യാശ്രയം, തഅദ്ദുദ് ഒന്നിലധികമാവൽ, അജ്സ് കഴിവില്ലായ്മ, കറാഹത്ത് ഉദ്ദേശമില്ലായ്മ, ജഹ്ല് അറിവില്ലായ്മ, മൗത്ത് മരണം, സ്വമമ് കേൾവിയില്ലായ്മ, അമ കാഴ്ചയില്ലായ്മ, ബക്മ് സംസാരമില്ലായ്മ, കൗനുഹു ആജിസൻ കഴിവില്ലാത്തവനാവൽ, കൗനുഹു കാരിഹൻ ഉദ്ദേശമില്ലാത്തവനാവൽ, കൗനുഹു ജാഹിലൻ അറിവില്ലാത്തവനാവൽ, കൗനുഹു മയ്യിത്തൻ ജീവനില്ലാത്തവനാവൽ, കൗനുഹു അസമ്മ കേൾവിയില്ലാത്തവനാകൽ, കൗനുഹു അമ കാഴ്ചയില്ലാത്തവനാകൽ, കൗനുഹു അബുക്കമ സംസാരമില്ലാത്തവനാവൽ. നോക്കുക, അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. എന്താണ് അള്ളാഹുവിന് ജായിസായ സിഫത്ത്? അത് നമ്മൾ മലയാളം വഴി പഠിച്ചു, ഇവിടെ അറബിയാണ് പഠിക്കുന്നത്. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അറബിയും പഠിക്കണം, ആ ചുവപ്പ് കളറിലും കൂടി നിങ്ങൾ പഠിക്കണം, കാരണം പരീക്ഷയ്ക്ക് അത് വരാൻ സാധ്യത ഉണ്ട്. മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്ത്? വളരെ സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. വാജിബായ സിഫത്തുകൾക്ക് എതിരായ സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുക. അടുത്ത വിപരീത പദം എഴുതാം, ഖുദ്റത്ത്. അപ്പോൾ ഖുദ്റത്തിൻ്റെ വിപരീത പദം എന്താണ്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അറബിയും പഠിക്കണം അതിൻ്റെ. ഇവിടെ നിങ്ങൾ ഈ അറബി പഠിക്കും, അറബിയും പഠിക്കണം, അതിൻ്റെ മലയാളം പഠിക്കണം. ഇപ്പോൾ ഖുദ്റത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? അജിസാണ്, അജിസ്. അപ്പോൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങളോട് അർത്ഥം എഴുതാൻ, ഓപ്പോസിറ്റിൽ അർത്ഥം എഴുതാൻ പറയുകയാണെങ്കിൽ കഴിവില്ലായ്മ എഴുതിയാൽ ശരിയാവും. നേരെ മറിച്ച് അറബിയിൽ തന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ അജിസ് എഴുതിയാലേ മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഖുദ്റത്തിൻ്റെ ഓപ്പോസിറ്റ് അജിസ്, ഖുദ്റത്ത് അജിസ്, ഖുദ്റത്ത് അജിസ്, അങ്ങനെ ചൊല്ലി പഠിക്കുക. അടുത്ത് കൗനുഹു മുരീദൻ, കൗനുഹു മുരീദൻ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കൗനുഹു മുരീദൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ നോക്കുക. കൗനുഹു മുരീദൻ, കൗനുഹു കാരിഹൻ, കൗനുഹു കാരിഹൻ. ഇനി ചിലപ്പോൾ ഇത് തന്നിട്ട് ഇത് എഴുതാനും പറയും, അങ്ങനെയും വരും. അപ്പോൾ കൗനുഹു മുരീദൻ, കൗനുഹു കാരിഹൻ പഠിക്കുക. അടുത്ത് ബസർ, ബസറിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച ഉണ്ടാവുക. അപ്പോൾ കാഴ്ച ഇല്ലാതിരിക്കുക അല്ലേ? ബസർ അമ, ബസർ അമ, കാണുന്നില്ലേ? ബസർ അമ, ബസർ അമ. അടുത്തത് കൗനുഹു മുത്തക്കല്ലിമൻ, കൗനുഹു മുത്തക്കല്ലിമൻ, അതിൻ്റെ ഓപ്പോസിറ്റ് കൗനുഹു മുത്തക്കല്ലിമൻ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കൗനുഹു അബുക്കമ, കൗനുഹു അബുക്കമ. അപ്പോൾ ഈ പെട്ടി വളരെ പ്രധാനപ്പെട്ടതാണ്, നല്ലോണം നോക്കി പഠിക്കാം. അടുത്തത് അർത്ഥം എഴുതാനാണ്. കൗനുഹു കാരിഹൻ, എന്താണ്? ഉദ്ദേശമില്ലാത്തവൻ. തഅദ്ദുദ് എണ്ണമാവൽ. കൗനുഹു അസമ്മ, കേൾവിയില്ലാത്തവൻ. ഇതാ, അപ്പോൾ നിങ്ങൾ അർത്ഥം പഠിക്കണം എന്നായിപ്പോൾ. കൗനുഹു അസമ്മ, കേൾവിയില്ലാത്തവൻ. അപ്പോൾ അർത്ഥം പഠിക്കണം. അടുത്തത് ഫിഅലു കുല്ലി മുംകിൻ ഔ തർക്കുഹു. കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ചുവപ്പും പഠിക്കണം, അതിൻ്റെ മീനിങ്ങും പഠിക്കണം. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. അപ്പോൾ മൊത്തം ഈ 4 പാഠം കൂടിയാണ് പരീക്ഷയ്ക്കുള്ളത്. എല്ലാം അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇൻഷാ അല്ലാഹ് നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.